ഈ സീസൺ ഇതുവരെ 2 എവിക്ഷനാണ് നടന്നത്. ആദ്യ ആഴ്ചയിൽ ഹൗസിൽ നിന്ന് പുറത്തായത് മുൻഷി രഞ്ജിത്തായിരുന്നു. എന്നാൽ ഈ ആഴ്ചയിൽ ആർജെ ബിൻസിയും പുറത്തായി. എന്നാൽ ബിൻസിയുടെ അൺഫെയർ എവിക്ഷനായി പോയി എന്നുള്ള അഭിപ്രായം ഒരു വിഭാഗം പ്രേക്ഷകർക്കുമുണ്ട്. ഒനീൽ, ശാരിക, രേണു തുടങ്ങി ആക്റ്റീവല്ലാത്ത മത്സരാർത്ഥികൾ ഹൗസിൽ തുടരുന്നു എന്നു തന്നെയാണ് ഇതിന് കാരണവും. 100 ദിവസം ഹൗസിൽ തിളക്കിയാമെന്നുള്ള വിശ്വാസം ബിൻസിക്കുമുണ്ടായിരുന്നു. ബിൻസി എവിക്റ്റായപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചത് അപ്പാനി ശരത്തായിരുന്നു. ബിൻസിയെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. എന്നാൽ അപ്പാനി ശരത്ത് ബിൻസിക്കൊപ്പം ഇടയ്ക്കിൽ സൗഹൃദത്തിന് മുകളിൽ എന്തോ ഉണ്ടെന്ന അഭിപ്രായം ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും ഹൗസ് മേറ്റ്സിനും ചിലർക്കുമുണ്ട്. അപ്പാനി ബിൻസിക്കൊപ്പം കാണേണ്ടി വന്നില്ല. ബിഗ് ബോസ് ഒരു കുടുംബം രക്ഷിച്ചു. അപ്പാനിയുടെ കുടുംബം രക്ഷിച്ച ബിഗ് ബോസിന് നന്ദി. അപ്പാനിയുടെ ഭാര്യയുടെ പ്രാർത്ഥനയോടെ ദൈവം കേട്ടു എന്നിങ്ങനെയാണ് ബിൻസിയുടെ എവിക്ഷൻ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഏറെയും കമന്റുകൾ. ഇപ്പോഴിതാ ഇവരുടെ കോംബോയെക്കുറിച്ച് മുൻ ബിഗ് ബോസ് താരം സായി കൃഷ്ണ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. ബിഗ് ബോസിന് കുറേ നാൾ ഓടിക്കാനുള്ള നാറ്റ കണ്ടന്റ് ബിൻസി വീട്ടിൽ തുറന്നുവെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് സായി പറയുന്നു. ബിൻസിയെ പുറത്താക്കാതെ ഹൗസിൽ നിലനിർത്തിയിരുന്നെങ്കിൽ ഡബിൾ മടങ്ങ് കണ്ടന്റ് കിട്ടുമായിരുന്നു. കാരണം അപ്പാനി ശരത്തും ബിൻസിയും തമ്മിൽ ഒരു കോംബോ ഉണ്ട്. അത് ഏത് സെൻസിലെയാണ് പുറത്തേക്ക് വരുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷേ ആ കോംബോ ആളുകൾ ശ്രദ്ധിക്കുന്നുമുണ്ട്. ലൈവ് കാണുന്ന ആളുകൾ നോട്ട് ചെയ്ത കോംബോ ആയിരുന്നു അത്. മാത്രമല്ല ബിൻസി പുറത്തായപ്പോൾ നിരവധി കമന്റുകൾ വരുന്നു. നേരത്തെ ബിൻസി പുറത്തായത് നമ്മൾ അല്ലെങ്കിൽ ശരത്തിന്റെ കുടുംബം കലങ്ങിയേനെ എന്നായിരുന്നു കമന്റുകൾ. ബിഗ് ബോസിൽ ഒരു നാറ്റ കണ്ടന്റ് ഓടിക്കാനുള്ള സാധനം അതിനുള്ളിൽ നിന്ന് നാട്ടുകാർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുമുണ്ട്. അത് ഇതിനേക്കാൾ ഹെവി ആയിരുന്നു. കുറച്ച് നാറിയ കണ്ടന്റായെങ്കിലും ബിഗ് ബോസ് ലൈവ് കാണാത്തത് കൊണ്ടാണോ ആ കോംബോ പൊളിഞ്ഞതെന്ന് അറിയില്ല. ബിഗ് ബോസിന്റെ ലൈവിൽ നിന്ന് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്ന ടീം ഉറങ്ങിപ്പോയോ എന്ന ഡൗട്ടുണ്ട്. നട്ടപ്പാതിരയ്ക്ക് അപ്പാനി ശരത്തും അക്ബറും സരികയും ബിൻസിയും ഒരുമിച്ചായിരുന്നു സംസാരം. അതുപോലെ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ തലം മസാജ് ചെയ്ത് കൊടുക്കുന്ന പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. ബിഗ് ബോസ് ലൈവ് ടീം ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു. ഇനി ബിൻസി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെ അപ്പാനി ശരത്ത് ബിൻസി കോംബോ കുറിച്ചും ചാരിക രേണുവും തമ്മിലുള്ള ഡിസ്കഷൻ നടന്നിരുന്നു. ബിൻസി പോയപ്പോൾ അപ്പാനെ കരയുന്ന കണ്ട് കെട്ടിപ്പിടിക്കുന്നത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് ഷാരിക പറഞ്ഞത്. രേണുവും അവരും തമ്മിൽ 2 ദിവസമായി ഭയങ്കര അടുപ്പത്തിലാണെന്ന് ഷാരികയോട് അപ്പോൾ പറയുകയും ചെയ്തു. ഇത് എപ്പിസോഡിലും കാണിച്ചിട്ടുമുണ്ട്. അപ്പാനി ശരത്ത് ബിൻസിയോട് കോംബോ ഉണ്ടായിരുന്നാൽ രേണു ഫയറാകുമെന്ന് ഇന്ന് സായി കൃഷ്ണ പറയുന്നു. ഹൗസിൽ നിന്ന് കൊതി തീർന്നിട്ടില്ലെന്ന് എവിക്റ്റായി പുറത്തു പോകും മുമ്പ് ബിൻസി പറഞ്ഞത്. ആദ്യ ആഴ്ച മുതൽ ആക്റ്റീവായി നിന്നിരുന്നെങ്കിൽ ബിൻസിക്ക് വോട്ടുകൾ കൂടുതൽ നേടാൻ കഴിയുമായിരുന്നു.